ദൈവം തന്ന ഈ ദൂത് ചിരി നിലച്ചുപോയ ചില ഭവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ചിരി നഷ്ടപ്പെട്ടു പോയ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ജീവിതത്തിലെ സാഹചര്യങ്ങൾ കാരണം, ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ കാരണം ചിരിക്കാൻ കഴിയാതെ, ആനന്ദിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉയരുവാൻ കഴിയാതെ, ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പില്ലെന്നാണ്. പ്രയാസങ്ങളുടെ നടുവിലും ദുഃഖങ്ങളുടെ നടുവിലും അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയും, നിങ്ങൾ എപ്പോഴും സന്തോഷം, കർത്താവിൽ എപ്പോഴും സന്തോഷം. എന്നാൽ ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പലവിധമായ വിഷയങ്ങളാൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചിരി നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. കുടുംബനാഥന്റെ ചിരി നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിന്റെ ചിരി നിലയ്ക്കും. കുടുംബത്തിലെ അമ്മയുടെ ചിരി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ മൊത്തം ചിരിയും നിലയ്ക്കും. മക്കളുടെ ചിരി കുറയും, സന്തോഷം കുറയും, ആ കുടുംബത്തെ മൊത്തം ബാധിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രയാസം ആ കുടുംബത്തെ മുഴുവൻ ബാധിച്ച് കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷത്തെ കെടുത്തും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനിയും നിന്റെ വായിൽ ചിരി തരും. ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ ആധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. അതിന്റെ അർത്ഥം, നഷ്ടപ്പെട്ട ചിരിയെ ദൈവം മടക്കി തരും, നഷ്ടപ്പെട്ട സന്തോഷം ദൈവം മടക്കി തരും. വിളക്ക് ഊതിക്കെടുത്തുന്നത് പോലെ എവിടെയൊക്കെ ഏതൊക്കെ കാരണങ്ങളാൽ സന്തോഷത്തെ ഊതിക്കെടുത്തിയോ സമാധാനത്തെ തള്ളിക്കെടുത്തിയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അത് ഇനിയും നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ, ആമേൻ. ദൈവം ചിരി ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ, ഭവനങ്ങൾ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, മറുഭാഗത്ത് ശക്തമായി ആ ചിരിയെയും സന്തോഷത്തെയും ഇല്ലാതാക്കുവാൻ ശക്തമായി ശ്രമിക്കുന്ന ശക്തികളുണ്ട്. എന്നാൽ അതിനെതിരായി നാം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ശക്തമായി മുന്നേറുമ്പോൾ, നാം ഏതൊക്കെ വിധത്തിൽ ശത്രുവായവൻ നമ്മുടെ സന്തോഷത്തെ കെടുത്തുവാൻ നോക്കുന്നുവോ ദൈവം അതിന്റെ മേലൊരു ജയം തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ദൈവം അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. അതുകൊണ്ട് ടൈറ്റിൽ ഞാൻ കൊടുത്തു, പ്രയർ ചേഞ്ചസ് തിങ്സ്. പ്രയർ ചേഞ്ചസ് തിങ്സ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റം കൊണ്ടുവരുവാൻ കഴിയും. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, പ്രയർ ഈസ് ദ കീ ഓഫ് ദ മോർണിംഗ് ആൻഡ് ദ ലോക്ക് ഓഫ് ദ നൈറ്റ്. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രഭാതത്തിലുള്ള ചാവിയും വൈകുന്നേരമുള്ള ലോക്കും. പ്രഭാതത്തിൽ ചിലതിനെ തുറക്കുന്ന ഒരു താക്കോലാണ് നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. സ്വർഗത്തിലെ കിളിവാതിൽ തുറക്കുവാനുള്ള ഒരു താക്കോലായി അധികാരം ദൈവം നമ്മുടെ നാവിന്മേൽ തന്നിരിക്കുകയാണ്. എന്നാൽ പലർക്കും അത് ഉപയോഗിക്കുവാൻ കഴിയാതെ വേണം. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരും. ബൈബിൾ വായിക്കാം, ആരാധിക്കാം, പ്രസംഗിക്കാം, എന്ത് ചെയ്യാം, പക്ഷെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകും. അവിടെയാണ് നമ്മൾ പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോട് യാചിക്കണം. എനിക്ക് അല്പം കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങളെ ജനിപ്പിക്കുന്ന പ്രാർത്ഥന നമ്മുടെ നാവിൽ നിന്ന് ഉയരണം. അത്ഭുതങ്ങളെ തുറന്നു വിടുന്ന ഒരു താക്കോലായി എല്ലാ പ്രഭാതത്തിലും നമ്മുടെ നാവിൽ നിന്നും ആ പ്രാർത്ഥന ഉയരണം. ശത്രു അടച്ചതിനെ പ്രഭാതത്തിൽ നമ്മൾ തുറക്കണം. അതാ ഭക്തൻ പറഞ്ഞത്, കീ ഓഫ് ദ മോർണിംഗ്. പ്രഭാതത്തിലുള്ള ഒരു കീ ആണ്. മിക്കവാറും എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. നമ്മള് വാഹനം എടുത്ത് കീ ചാവി എടുത്ത് വാഹനം ഓൺ ചെയ്യുന്നത് പോലെ അവൻ ദൈവം തന്നിരിക്കുന്ന ഈ ആയുധം ഉപയോഗിക്കുമ്പോൾ അടഞ്ഞതെല്ലാം ദൈവം തുറക്കും, അടഞ്ഞതെല്ലാം തുറക്കും. ഇതുവരെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. ദൈവഭക്തൻ അതുകൊണ്ട് പറയുന്നു, പ്രഭാതത്തിൽ ഞാൻ ഉണർന്ന് അവന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഹല്ലേലൂയ. പ്രതിസന്ധികളെ നോക്കി നമ്മൾ കരഞ്ഞുകൊണ്ട് തുടങ്ങുകയല്ല. എല്ലാ പ്രഭാതത്തിലും ദൈവത്തോട് പറയണം, ദൈവമേ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് ഞാൻ സന്തോഷിക്കും, ഇന്ന് ഞാൻ ആനന്ദിക്കും. വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ദിവസം ആരംഭിക്കുമ്പോ അടഞ്ഞതെല്ലാം തുറന്നു വരും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടരുമ്പോൾ ആ ദിവസം നമുക്ക് അനുഗ്രഹമായി തീരും. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും. പ്രാർത്ഥിച്ച് നമ്മുടെ പങ്കാളിയെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം സാധിപ്പിക്കും.
ഭക്തൻ പറയുന്നത് ഇറ്റ്സ് എ ലോക്ക് ഓഫ് ദി ഈവനിങ്. പ്രാർത്ഥന രാവിലെ തുറന്നുവെങ്കിൽ വൈകുന്നേരം ചിലതിനെ നമ്മൾ അടയ്ക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്വതന്ത്രം. ശത്രു കൂടുതലും കള്ളന്മാർ കൂടുതലും വരുന്നത് പകലല്ല, രാത്രിയാണ്. പൈശാചിക ശക്തികളും ആമേൻ സ്വതന്ത്രം 24 hours ആക്റ്റീവ് ആണെങ്കിലും കൂടുതൽ സജ്ജമായി കണ്ടിട്ടുള്ളത് രാത്രികളിലാണ്, ഇരുട്ടിന്റെ മറവിലാണ്. പതിയിരുന്ന് അറ്റാക്ക് ചെയ്യുന്നത് രാത്രി. അപ്പോ ഇരുട്ടിൽ സജ്ജമാകുന്ന അന്ധകാര ശക്തികളെ ലോക്ക് ചെയ്യാനുള്ളതാണ് പ്രാർത്ഥന. നമ്മുടെ കുടുംബത്തെ തൊടാതെ ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ നമ്മുടെ കുടുംബമായിരിക്കാൻ ദൈവം പറയുന്നു. ഭക്തൻ പറയുന്നു ലോക്ക് ഓഫ് ദി നൈറ്റ്. ചാവി എന്ന് പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ലോക്ക് ഓഫ് ദി നൈറ്റ്, രാത്രി ലോക്ക് ചെയ്യുവാനുള്ള ഒരു കീ ആണ്. നാം ഉറങ്ങി കിടക്കുമ്പോൾ ശത്രു അകത്തേക്ക് കിടക്കാതെ വണ്ണം സുരക്ഷിത മതിൽ നമ്മുടെ ഭവനത്തിന് ചുറ്റുമുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ മതിൽ നമ്മൾ പണിതുയർത്തണം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയുടെ മതിൽ പണിതുയർത്തണം. ക്ഷീണത്തോടെ ജോലി കഴിഞ്ഞ് എല്ലാ അധ്വാനവും കഴിഞ്ഞ് ഇതാ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് ഉറങ്ങാനല്ല, ദൈവസന്നിധിയിൽ ഒരു നിമിഷമെങ്കിലും നാം വേറിട്ടിരുന്നു കൊണ്ട് നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ രാത്രിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി നാം നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചിട്ട് ഓരോ വ്യക്തികളെയും കുഞ്ഞാടിന്റെ മറവിൽ മറച്ച് പ്രാർത്ഥിച്ച് നാം കിടക്കുമ്പോൾ അവൻ സ്വന്തം രാത്രിയിലെ ഭയത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. രാത്രിയിലെ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. രാത്രിയിലെ ബാധ നമ്മെ കൂടാരത്തിന് അടുക്കാതെ വണ്ണം ദൈവം പരിപാലിക്കും. അവൻ നിലയ്ക്കേണ്ട ചിരികൾ അവൻ നിലയ്ക്കാതെ വണ്ണം ചിരി ഭവനങ്ങളിൽ അകത്തുണ്ടാകും. സന്തോഷം നിലയ്ക്കാതെ വണ്ണം ദൈവം പറഞ്ഞതിന്റെ ഭവനത്തിൽ സന്തോഷം ഉണ്ടാകും. ഇതിന് കാരണം നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കണം. പ്രാർത്ഥനയ്ക്ക് അവൻ അവസ്ഥകൾക്ക് മാറ്റം കൊണ്ടുവരുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അവസ്ഥകളെ മാറ്റും, സാഹചര്യങ്ങളെ മാറ്റും. അവൻ ഇന്നുള്ള ദുഃഖത്തെ ദൈവം മാറ്റും. ഇവിടെ പറയുന്നു ഇനിയും നിന്റെ വായിൽ ചിരിയും. അതായത് ഇതിനു മുമ്പ് ചിരി ഉണ്ടായിരുന്നു, ഇപ്പൊ ചിരിയില്ല, നിന്നുപോയി, നിലച്ചുപോയി. ദൈവം പറയുന്നു ഇനിയും ഉണ്ടാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇനിയും ചിരി ഉണ്ടാകും, ഇനിയും സന്തോഷം ഉണ്ടാകും, ഇനിയും നന്മകൾ ഉണ്ടാകും, ഇനിയും അനുഗ്രഹം ഉണ്ടാകും. അവൻ ശത്രുവായവൻ അവൻ നിന്നുപോയെന്ന് അവൻ വെല്ലുവിളിക്കുമ്പോൾ ആത്മാവിൽ വിളിച്ചു പറയണം, ഇല്ല, അവൻ ഇനിയും എന്റെ ഭവനത്തിൽ ചിരി ഉണ്ടാകും, ഇനിയും എന്റെ ഭവനത്തിൽ അനുഗ്രഹം ഉണ്ടാകും, ഇനിയും എന്റെ ഭവനത്തിൽ നന്മയുണ്ടാകും. അവൻ ബ്ലോക്കാക്കിയ മേഖലകളിൽ ഇനിയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അവന്റെ കരം നിന്നുപോയിട്ടില്ല. ഇനിയും അവൻ അവൻ ആവർത്തിച്ച് ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പറയണം ഇനിയും ഉണ്ടാവും. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ആമേൻ. സ്വന്തം ആ കരം ഇന്നും മന്ദമായി പോയിട്ടില്ല. ആ കരം ഇന്നും കുറുകിയിട്ടില്ല. നമ്മെ സന്തോഷിപ്പിക്കുവാൻ, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, നന്മകൾ നമുക്ക് വേണ്ടി ഒരുക്കുവാൻ, ആമേ ശത്രുവിനെ തടയുവാൻ, താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തുവാൻ ആ ബലമുള്ള കരം ഇന്നും സജ്ജമായിട്ടുണ്ട്. ആ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. അവൻ ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഈ നാളുകളിൽ കൂടുതൽ വാഞ്ചിക്കേണ്ടത് അവൻ ഒന്നുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ. ഏത് വലിയ വിഷയത്തിന് മുമ്പിൽ നാം ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവൻ അതിന്റെ മേൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. തീരാത്ത വിഷയങ്ങളുമായി ഇന്നും കണ്ണുനീരോട് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ കരം അതിന്റെ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടു. അതില് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു സഭയിൽ നിന്ന് ഒരു പിക്നിക് പോകുന്ന ഒരു പിക്ചറാണ്. പിക്നിക്ക് വേണ്ടി ഒരു ടൂറിന് വേണ്ടി പോവുകയാണ്. ആ ബസ് നിറയെ ആൾക്കാരാണ്, ഓവർ ക്രൗഡഡ് ആയിട്ട് പിക്നിക്കിന് വേണ്ടി എല്ലാവരും വന്നു ഒരുമിച്ച് സന്തോഷത്തോടെ പാടി യാത്ര പോവുകയാണ്. മറ്റൊരു പിക്ചർ അതിന് കൊടുത്തിട്ടുണ്ട്. അവൻ സഭയിലെ ഒരു പ്രാർത്ഥന, വലിയൊരു ചർച്ച ഹോളാണ്, അങ്ങിങ്ങായി ചില വ്യക്തികൾ മാത്രം ഇരിക്കുന്ന ഒരു കാഴ്ച. അപ്പോ പിക്നിക്കിന് പോകാൻ എല്ലാവരും ആവേശത്തോടെ ഓവർലോഡായിട്ടുള്ള വണ്ടിയും അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അങ്ങിങ്ങായിരിക്കുന്ന ചില വ്യക്തികൾ. അവൻ കാരണം എന്നറിയാമോ? പ്രാർത്ഥിക്കാൻ പ്രയാസമാണ്. എല്ലാവർക്കും അറിയാം പ്രാർത്ഥന ഒരു ചാവിയാണ്, പ്രാർത്ഥന ഒരു കീയാണ്. അവൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ വെളിപ്പെടും. അവൻ എന്നാൽ പ്രാർത്ഥിക്കാതെ വണ്ണം, പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ വണ്ണം ആഗ്രഹമുണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കാതെ ജനങ്ങളെ പിന്മാറ്റുന്ന അവസ്ഥയുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഈ
ഈ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ആമേൻ. സ്വതന്ത്രം യുവാക്കളുണ്ട്, പുറത്തുപോയി അവൻ 1000 രൂപ കുറഞ്ഞത് സമ്പാദിക്കാം. എന്നാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടി വന്ന ദൈവജനത്തെ ദൈവം ആദരിക്കും. ദൈവജനത്തെ ദൈവം ആദരിക്കും. നിങ്ങളുടെ വിഷയങ്ങൾ ഒരുപക്ഷെ 1000 കൊണ്ട് തീരാത്ത വിഷയങ്ങളാണ്. അവൻ 1000 സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ അവൻ 1000 കൊണ്ട് 10,000 കൊണ്ട് സോൾവ് ചെയ്യുവാൻ കഴിയാത്ത വിഷയങ്ങൾ ദൈവം ഇന്ന് പകൽ പറയുന്നു. അവൻ ഞാൻ ഇനിയും നിന്റെ വായിൽ ചിരി തരും. അവൻ നിലച്ചുപോയ ചിരി ഇനി ചിരിക്കാൻ അവൻ ആരംഭിക്കണമെങ്കിൽ അവൻ പൈസ കൊണ്ട് സാധിക്കാത്തത് യഹോവയുടെ ആത്മാവിനാൽ ദൈവം സാധിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനർത്ഥം എന്തെന്നറിയാമോ? നമ്മുടെ അവസ്ഥകളെ ദൈവം മാറ്റും. ദുഃഖത്തോടെ വന്നവരെല്ലാം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. ചിരിക്കാൻ കഴിയാതെ ദുഃഖിച്ചു വന്നവർ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നു. ദൈവം പറയുന്നു, ഇന്നു മുതൽ ചിരി ആരംഭിക്കാൻ പോവുകയാണ്. ദൈവം തരുന്ന ചിരി, ദൈവം തരുന്ന സമാധാനം, ദൈവം തരുന്ന സന്തോഷം എങ്ങനെയുള്ളതെന്നറിയാമോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം. കുറച്ച് കാശ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല, അവനത് കാശ് തീരുമ്പോൾ ആ സന്തോഷം നിലയ്ക്കും. എന്നാൽ ദൈവം പറയുന്നു, അതൊക്കെ മീതെ ഒരു സന്തോഷം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ മഹാസന്തോഷം ഉള്ളിൽ കണ്ടുകൊണ്ട്, ആത്മാവിൽ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിതാവസ്ഥകളിലേക്ക് നോക്കി ഇനിയും വിലപിച്ചു നിൽക്കാം. എവിടെയെല്ലാം നീ ചുരുങ്ങി പോകണമെന്ന് ശത്രുവായവൻ ചിന്തിച്ചു, എവിടെയെല്ലാം നീ കുറഞ്ഞ് തീരണമെന്ന് ശത്രുവായവൻ ചിന്തിച്ചുവോ, ഇന്ന് പല ഓവടക്കാലം വെളിപ്പെടുമ്പോൾ ദൈവം പറയുന്നു, നിനക്കൊരു വളർച്ച ഉണ്ടാകാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു വലിപ്പം വെളിപ്പെടാൻ പോവുകയാണ്. എലാസ്റ്റിക് വലിച്ചു നീട്ടുന്നത് പോലെ ദൈവം പറയുന്നു, ഒരു എക്സ്പാൻഷൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു വലിപ്പം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു എക്സ്പാൻഷൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. നീ നിന്നു പോകുമെന്ന് ചിന്തിച്ചെടുത്ത് ദൈവം പറയുന്നു, അവിടെ നിന്നും ഒരു വളർച്ച ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ തീരാനുള്ളവനല്ല, ഇവിടെ തീരാനുള്ളവളല്ല. ഇവിടെ നിന്നും ഒരു വളർച്ച നിനക്കുണ്ട്. ഇവിടെ നിന്നും ഒരു വിശാലതയുണ്ട്. ഇവിടെ നിന്നും ഒരു വിശാലതയുണ്ട്. അതിനുവേണ്ടി ദൈവം പദ്ധതികൾ ഒരുക്കി കഴിഞ്ഞു. അതിനുവേണ്ടി ശത്രു സൈന്യത്തിൽ ഒരു ഇളക്കം തട്ടിക്കഴിഞ്ഞു. ശത്രുവിന്റെ ആയുധങ്ങൾ തകരട്ടെ. ശത്രുവിന്റെ ആയുധങ്ങൾ തകരട്ടെ. ശത്രുവിന്റെ ആയുധങ്ങൾ തകരട്ടെ. രോഗത്തിന്റെ മൂർച്ച കുറയട്ടെ. രോഗത്തിന്റെ മൂർച്ച